ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 10. കഴിഞ്ഞ ശ്ലോകത്തിൽ കുണ്ടലിനി ശക്തിയുടെ സഹസ്രദള പത്മത്തിലേക്കുള്ള ഗതിയും ഇനി ഈ ശ്ലോകം കൊണ്ട് സഹസ്രാരത്തെ പ്രാപിച്ചിട്ടുള്ള സ്ഥിതിയും അവിടെ നിന്ന് മൂലാധാരത്തിലേക്ക്, അതായത് തൻ്റെ വാസസ്ഥാനമായ ഭൂമി തത്വത്തിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയുമാണ് വർണ്ണിക്കുന്നത്. ശ്ലോകം 10. ഓം ശ്രീ മഹാദേവേ നമഃ. സുതാധാരാസാരേ ചരണയുഗളാന്തർവിഗളിതൈ പ്രപഞ്ചം സിഞ്ചന്തി പുനരഭിരസാം നായമഹസാ അവാപ്യ സ്വാം ഭൂമി ഭുജഗനിപമദ്യുഷ്ടവലയം സ്വമാത്മാനം കൃത്വാ സോഭിഷികുലകുണ്ഡേ കുഹരിണി. അല്ലയോ മഹാത്രിപുരസുന്ദരി, അമ്മയുടെ പാതാരവിന്ദങ്ങളുടെ അന്തർഭാഗത്തിൽ നിന്നൊഴുകുന്നവയായ അമൃതധാര പ്രവാഹങ്ങളാൽ പ്രപഞ്ചം ധ്യാനിക്കുന്ന ഉപാസകൻ്റെ ദേഹാന്തർഭാഗത്തുള്ള 72,000 നാഡികളുടെ സമൂഹത്തെ നനയ്ക്കുന്നവളായ കുണ്ടലിനി ശക്തി സ്വരൂപിണിയായ ദേവി അമൃതാധിക്യത്തോടു കൂടിയ ചന്ദ്രമണ്ഡലത്തിൻ്റെ ശിരസിലുള്ള സഹസ്രദള പത്മത്തിൽ ശ്രീ ചക്രബിന്ദു രൂപമായി വർത്തിക്കുന്ന ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് വീണ്ടും തൻ്റെ അധിവാസ സ്ഥാനമായ മൂലാധാര ചക്രത്തെ അഥവാ ആ ഭൂമി തത്വത്തെ വീണ്ടും പ്രാപിച്ചിട്ട് സർപ്പസദൃശ്യമായതും 3.5 ചുറ്റായിട്ടുള്ള മണ്ഡലാകാരത്തോടു കൂടിയതുമായ തൻ്റെ രൂപത്തെ തന്നെ പ്രാപിച്ചിട്ട് സൂക്ഷ്മരന്ധ്രത്തോടു കൂടിയ മൂലാധാര ചക്രത്തിൽ നിന്തിരുവടി ഉറങ്ങുന്നു. ഒരു സാധകൻ യോഗവിദ്യയിലൂടെ കുണ്ടലിനി ശക്തിയെ ഉണർത്തി 6 ചക്രങ്ങളെയും 25 തത്വങ്ങളെയും ഭേദിച്ച് ശിരസിലുള്ള സഹസ്രാര പത്മത്തിലെത്തി തൻ്റെ പതിയായ പരമശിവനോടുകൂടി ക്രീഡിക്കുന്നു. അങ്ങനെ ആ ശിവശക്തി മേളനത്തിലൂടെയുള്ള ആനന്ദലഹരിയിലിരിക്കുന്ന ദേവിയുടെ 2 ചരണങ്ങളുടെ മധ്യത്തിൽ നിന്നൊഴുകുന്ന അമൃതധാര പ്രവാഹം കൊണ്ട് സാധകൻ്റെ 72,000 നാഡികളെയും നനയ്ക്കുന്നു. അമ്മയുടെ അമൃതധാര പ്രവാഹത്താൽ ഒരു സാധകൻ പരമാനന്ദമനുഭവിക്കുന്നു. അങ്ങനെ ആനന്ദലഹരിയിലിരിക്കുന്ന സാധകൻ പരമാനന്ദമനുഭവിച്ചതിന് ശേഷം വീണ്ടും ആ ലഹരി വിട്ട് താഴേക്കിറങ്ങുന്ന അവസ്ഥയെയാണ് ഈ ശ്ലോകം കൊണ്ട് പറയുന്നത്. ശിവശക്തി മേളനത്തിലൂടെയുള്ള ആനന്ദലഹരി അനുഭവിച്ചതിന് ശേഷം ആ ലഹരി വിട്ട് വീണ്ടും ആ ദേവീ തത്വം ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് താഴേക്കിറങ്ങുന്നു. യോഗാശാസ്ത്ര സിദ്ധാന്തപ്രകാരം ശിരസിൽ ചന്ദ്രമണ്ഡലം സ്ഥിതി ചെയ്യുന്നു. ആ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് തിരികെ കയറിപ്പോയ അതേ ചക്രത്തിലൂടെ തന്നെ താഴേക്കിറങ്ങി വന്ന് തൻ്റെ ആവാസസ്ഥാനമായ മൂലാധാര ചക്രത്തെ, അതായത് ആ ഭൂമി തത്വത്തെ തന്നെ വീണ്ടും പ്രാപിച്ചിട്ട് 3.5 ചുറ്റുള്ള സർപ്പത്തെ പോലെയാണ് അത് മുകളിലേക്ക് കയറിപ്പോയത്. വീണ്ടും അത് അതേ രൂപത്തിൽ തന്നെ 3.5 ചുറ്റോടുകൂടിയ മണ്ഡലാകൃതിയിലുള്ള സർപ്പത്തിന് സദൃശമായ രൂപത്തെ ധരിച്ചിട്ട് മധ്യത്തിൽ സൂക്ഷ്മരന്ധ്രത്തോടു കൂടിയതും മൂലാധാര ചക്രത്തിലുള്ളതുമായ മൂലകന്ധത്തിൽ പഴയതുപോലെ നിന്തിരുവടി ആ ആധാരകന്ധത്തിൽ വീണ്ടും നിദ്ര ചെയ്യുന്നു. സർവം ജഗദംബാർപ്പണമസ്തു.